ഈ അടുത്ത് കോഴിക്കോട് വെച്ച് നടന്ന ഏറ്റവും വൃത്തികെട്ട അലമ്പായ ഒരു മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നത്. ഹായ്, ഞങ്ങൾ ടീം ഫിറ്റ്നസ് ആയ കോച്ചസ് ആണ്. ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് വെച്ച് നടന്ന ഒരു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞങ്ങളെ ഫൈറ്റർ യാസറും ഷെബിൻ എന്ന് പറഞ്ഞ ഫൈറ്ററും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ യാസർ തോറ്റു. അതിനുശേഷം ഞങ്ങളുടെ ടീമും അവരുടെ ടീമും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കുള്ള സംസാരങ്ങളും ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യാഥാർത്ഥ്യമായിട്ട് എന്താണ് സംഭവിച്ചത് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത്. അങ്ങനെ ഫൈറ്റ് കഴിഞ്ഞ് ഈ ഷെബിന്റെ കോർണറിന് തെറിവിളി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഫസ്റ്റ് ഇവനെ സപ്പോർട്ട് ചെയ്യാമെന്ന ആൾക്കാർ. അങ്ങനെയാണ് യാസർ വരെ കോർണറിലേക്ക് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് യാസർ തിരിച്ചു വരുന്ന ടൈമിൽ ഈ ഷെബിൻ എന്ന് പറഞ്ഞ ഫൈറ്റ് എൽബോ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് നമ്മളെല്ലാവരും റിങ്ങിലേക്ക് കയറുന്നത്. ഒരു വലിയ പ്രശ്നമാവുന്നത്. അതിനുശേഷമാണ് നമ്മളെ കോച്ച് കയറി ഇടപെട്ടിട്ട് മാതൃകപരമായിട്ട് പറയുന്നത് എല്ലാവരും റിങ്ങിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് നമ്മളെ റിങ്ങിൽ നിന്ന് ഇറക്കി. ഇതാണെന്ന് അവിടെ ശരിക്കും സംഭവിച്ചത്. ഇതിനെയാണ് ഇവരുടെ സ്ഥിരമുള്ള സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന നെഗറ്റീവ് മാർക്കറ്റിംഗ്. അത് ഉപയോഗിച്ചിട്ട് ഇവരുടെ റീലിന്റെ റീച്ച് കൂട്ടുക, വീഡിയോന്റെ റീച്ച് കൂട്ടുക, ഇതിനൊക്കെ അവർ ഉപയോഗിച്ചത്. ഇവരെ ഈ കോച്ച് മുനീർ, ഇവരെ ഈ ഫൈറ്റർ ഷെബിന്, ഇവർക്ക് ഓൺലൈൻ വന്നിട്ട് വീഡിയോന്റെ അകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചാലഞ്ച് ചെയ്യുക, സ്ട്രീറ്റ് ഫൈറ്റ് ചാലഞ്ച് ചെയ്യുക, അതേമാതിരി കോക്കി ഫൈറ്റർ എന്ന് പറഞ്ഞ വീഡിയോ ഇടുക. കൂടുതൽ സംസാരിക്കുന്നത് റെസ്പെക്റ്റിനെ പറ്റി. ഇവനെ കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടുണ്ടായി. ഞാൻ അവനോട് അപ്പോൾ പറഞ്ഞൊരു കാര്യം, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കോച്ച് അലീനോട് എന്നെ വിളിക്കാൻ പറ. അലിയൊക്കെ എന്റെ ഒരുപാട് ജൂനിയറാണ്. ഞാൻ ചിലപ്പോൾ ബോക്സിംഗ് നിർത്തിയതിന് ശേഷം തുടങ്ങിയ ആളുകളായിരിക്കും ഇവരൊക്കെ. ഇവരിങ്ങനെ കിടന്ന് കുറച്ചത് കൊണ്ട് മാത്രമാണ്. ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുക റെസ്പെക്റ്റിനെ കുറിച്ചാണ്. അന്ന് ഇവരെ ഈ ഫൈറ്റർ റിങ്ങിന്റെ അകത്ത് വിളിച്ച തെറികൾ കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് ഇവരെ ഫൈറ്റർ എന്ന് റിങ്ങിന്റെ അകത്ത് വിളിക്കുന്നത്. റിങ്ങിൽ കയറി എന്നിട്ട് ഒരാൾ അമ്മക്ക് വിളിക്കുക, കേട്ടാൽ അർപ്പുന്ന തെറികൾ പറയാ. ഇതാണ് റെസ്പെക്ട് എന്ന് കോച്ച് മുനീർ എന്തായാലും ഒന്ന് പറയണം. ഇതൊന്ന് ക്ലിയർ ആക്കുക. വരെ കോച്ച് മുനീർ എന്താക്കിയതൊന്ന് ക്ലിയർ ചെയ്യും. ഇതാണോ റെസ്പെക്ട് എന്നുള്ളവരൊന്ന് ക്ലിയർ ചെയ്യും. ഇത് നമ്മളെ ഫൈറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. രണ്ടാളെ ഭാഗത്ത് തെറ്റുണ്ട്. ഇവരെ ഈ കോച്ച് മുനീർ ഇത് അക്സെപ്റ്റ് ചെയ്യണം. അവരെ ഭാഗത്തുള്ള തെറ്റ് ഇവരിത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഫൈറ്റേഴ്സിന് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് റെസ്പെക്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഇവർ ഈ സോഷ്യൽ മീഡിയ റീൽസ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ടീമിനുള്ള ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇനി വയ്യാലെ റീലിടാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല. പിന്നെ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും ഓരോ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നു. അതൊന്നും ഫിറ്റ്നസ് അതിന്റെ ഒഫീഷ്യൽ റെസ്പോൺസ് അല്ല. ഇതാണ് ഫിറ്റ്നസ് അതിന്റെ ഒഫീഷ്യൽ റെസ്പോൺസ്. നമ്മളൊരു ഫൈറ്റർ റെഡിയാണ് ഈ ഷെബിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഷെബിന് പറഞ്ഞിട്ടുണ്ട് ബോക്സിംഗ് തയ്യാറാണ്, ബോക്സിങ്ങിനൊന്നും എന്തായാലും റെഡി ആകും, എന്തായാലും ഇറങ്ങൂല. അപ്പം ബോക്സിംഗ് ആണ് ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ് ആണ് ബോക്സിംഗ്, രണ്ടിനാണ് നമ്മളെ ഫൈറ്റർ റെഡിയാണ്. ഇതൊരു ഓപ്പൺ ചാലഞ്ച് ആണ്. കോഴിക്കോട് വെച്ച് നിങ്ങളെ ഹോം ടൗൺ വെച്ച് ഈ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് അല്ലെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്. നിങ്ങളെ ഫൈറ്റർ റെഡിയാണെന്ന് നിങ്ങൾ ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഫൈറ്റ് കൊടുക്കാം.